മുസ്ലിം ലീഗുമായുള്ള തർക്കത്തിൽ സംയുക്ത പ്രസ്താവന ഇറക്കി പ്രശ്നപരിഹാരത്തിനുള്ള ലീഗിന്റെ നിർദ്ദേശം തള്ളി സമസ്ത. പരസ്യമായി സിപിഎമ്മിനെ പിന്തുണച്ച ഉമർ ഫൈസി മുക്കത്തെ പേരെടുത്ത് വിമർശിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. പകരം ഇരു സംഘടനകളും അണികളും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് തകരാർ ഉണ്ടാക്കരുതെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സമസ്ത നേതൃത്വം വാർത്താക്കുറിപ്പിറക്കി. സമസ്തയുടെ പ്രസ്താവന ലീഗിന് ആശ്വാസം പകരുന്നതാണ്. എന്നാൽ സമസ്ത ലീഗ് സംയുക്ത പ്രസ്താവന വേണമെന്ന ലീഗിന്റെ ആവശ്യം സമസ്ത തള്ളി. ഉമർ ഫൈസിയുടെ CPIM അനുകൂല നിലപാടിനെ പേരെടുത്ത് വിമർശിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചിട്ടില്ല. സമസ്ത നേതാക്കളെ സമവായ ചർച്ചയ്ക്ക് ഇരുത്താനുള്ള നീക്കവും നടന്നില്ല. ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ സമസ്ത നേതാക്കളുമായി ചേർന്ന് സംയുക്ത പ്രസ്താവനയോ വാർത്താ സമ്മേളനമോ വേണമെന്നായിരുന്നു ലീഗ് ആവശ്യപ്പെട്ടത്. എന്നാൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ, ജനറൽ സെക്രട്ടറി K ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ PP ഉമ്മർ മുസ്ലിയാർ കൊയ്യോട് എന്നിവർ ചേർന്ന് ഒരു വാർത്താക്കുറിപ്പിറക്കിയാണ് തൽക്കാല വെടിനിർത്തൽ സമസ്ത പ്രഖ്യാപിച്ചത്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്നും ഇരു സംഘടനകളും അണികളും തമ്മിലുള്ള ബന്ധത്തിന് തകരാറുണ്ടാക്കരുതെന്നും കുറിപ്പിൽ പറയുന്നു. തെറ്റിദ്ധാരണകൾ പരത്തുന്ന അനാവശ്യമായ പ്രചാരണങ്ങൾ എല്ലാവരും ഒഴിവാക്കണമെന്നും സമസ്ത ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നു. മലപ്പുറത്തും പൊന്നാനിയിലും സമസ്തയിലെ തന്നെ ഒരു വിഭാഗം ലീഗിനെതിരെ പ്രചരണം ശക്തമാക്കുന്നതിനിടയിലാണ് ലീഗിനെ പിന്തുണച്ചുള്ള സമസ്തയുടെ പ്രതികരണം. ലീഗുമായുള്ള ബന്ധത്തിന്റെ പേരിൽ സമസ്തയിലടക്കം വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിലാണ് സമസ്ത നേതൃത്വം നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.